സൂര്യയുടെ ലീഡിൽ ആർ.ജെ. ബാലാജി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് കറുപ്പ്. ഇതും ഒരു പക്ക മാസ് കമേഴ്ഷ്യൽ സിനിമയാണ്. സൂര്യയുടെ മുമ്പത്തെ പടങ്ങൾ പോലെ ആനമോട്ട ഹൈപ്പോ വലിയ അവകാശവാദങ്ങളോ ഇല്ലാതെ വരുന്ന ഒരു സിമ്പിൾ പടം. ഇപ്പോ കറുപ്പ് സിനിമയുടെ ഭാഗത്ത് നിന്ന് 2 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് പടത്തിന്റെ ജേണറിന്റെ ഭാഗത്തു നിന്നാണ്. ഈ പടത്തിന്റെ ജേണറിനെ പറ്റി അറിയാവുന്ന കുറച്ച് ക്ലൂ എന്ന് പറയുന്നത് പടത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് കോർട്ടിനെ ബേസ് ചെയ്തും പിന്നെ ഒരു അമ്പലത്തെ ബേസ് ചെയ്തുമാണ്. ഇത്രയും മാത്രമേ നമുക്ക് ഈ പടത്തെ പറ്റി അറിയൂ. പിന്നൊരു മിത്തോളജിക്കൽ എലമെന്റ് ഈ പടത്തിൽ ഉണ്ടെന്നും അറിയാം. മൊത്തത്തിൽ ഇതൊരു മാസ് കമേഴ്ഷ്യൽ പടം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ഇപ്പൊ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇതിന്റെ ജേണറില് മറ്റൊരു സംഭവം കൂടിയുണ്ട്. കറുപ്പ് ഒരു സാധാരണ മാസ് കമേഴ്ഷ്യൽ പടം മാത്രമല്ല, ആർ.ജെ. ബാലാജിയുടെ മൂക്കുത്തി അമ്മനൊക്കെ പോലെ ഒരു ഫാന്റസി എലമെന്റ് ഉള്ള ഒരു പടം കൂടിയാണ് കറുപ്പ്. ഇതിപ്പോ ഓൾമോസ്റ്റ് കൺഫേം ആണ്. കറുപ്പ് ഒരു ഫാന്റസി എലമെന്റ് ഉള്ള മാസ് കമേഴ്ഷ്യൽ സിനിമയാണ്. അടുത്ത അപ്ഡേറ്റ് കറുപ്പ് ഒഫീഷ്യൽ ടീസറും പിന്നെ ഫസ്റ്റ് ലുക്കും. പടത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ടപ്പോഴേ അപ്ഡേറ്റിൽ തന്നെ അവർ കൺഫേം ചെയ്തൊരു കാര്യമായിരുന്നു ജൂലൈയിൽ കറുപ്പിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തുവിടുമെന്ന്. ജൂലൈ 23-ന് സൂര്യയുടെ ബർത്ത്ഡേക്ക് കറുപ്പ് സിനിമയുടെ ഒരു ചെറിയ ടീസർ പുറത്തുവിടും. ടീസർ മാത്രമല്ല, പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അന്ന് തന്നെ പുറത്തുവിടും. ഹൃദയപൂർവ്വം സത്യനന്ദിക്ക ഡയറക്ട് ചെയ്യുന്ന ലാലേട്ടന്റെ ഫീൽ ഗുഡ് ഡ്രാമയായിട്ടുള്ള ഹൃദയപൂർവ്വം സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പോ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കണ്ട അടിക്കും വെടിക്കൊക്കെ ഇടയിൽ ഒരു ചെറിയ ഫീൽ ഗുഡ് പടം പെട്രിയോട്ട്. മഹേഷ് നാരായണൻ ഡയറക്ട് ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ സിനിമയാണ് പെട്രിയോട്ട്. ലാലേട്ടൻ, മമ്മൂക്ക അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റിൽ വരുന്ന ഒരു വലിയ സിനിമയാണ് പെട്രിയോട്ട്. ഈ പടത്തിന്റെ ഒരുവിധ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കയുടെ പോർഷൻ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. കാര്യം മമ്മൂക്ക ഇപ്പോ ചെറിയൊരു ബ്രേക്കിലാണ്. എല്ലാം ഓക്കെ ആയിട്ട് മമ്മൂക്ക തിരിച്ചു വരും. അപ്പോ മമ്മൂക്ക തിരിച്ചു വരുന്നു. ഓഗസ്റ്റിൽ പെട്രിയോട്ടിലെ മമ്മൂക്കയുടെ ഭാഗങ്ങൾ ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബാ 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 ഇന്നും ബാബാ സിനിമയുടെ അപ്ഡേറ്റ് ഉണ്ട്, ഇനി അങ്ങോട്ടും ഉണ്ടാവും. ബാബാ സിനിമയുടെ അവസാനഘട്ട ഷൂട്ടാണ് ഇപ്പോ നടക്കുന്നത്. ലാലേട്ടനും ഷൂട്ടിൽ ഭാഗമാണ്. നമ്മളൊക്കെ കരുതും പോലെ ഈ സിനിമയിൽ ലാലേട്ടന്റെ റോൾ ഒരു ക്യാമറയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റും ഉണ്ട്. ബാബാ സിനിമയിൽ ദിലീപ് ഏട്ടൻ, ലാലേട്ടൻ അങ്ങനെ ഏട്ടന്മാരുടെ കോംബോയിൽ ഒരു പക്ക ഡാൻസ് നമ്പർ ഉണ്ടെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. ഈ സോങ്ങിൽ ലാലേട്ടനെയും ദിലീപ് ഏട്ടനെയും കൂടാതെ തമന്ന ഉണ്ടെന്ന് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. അത് ഫേക്ക് ആണ്, തമന്നയൊന്നുമില്ല. നമ്മൾ ചെറിയൊരു ക്യാമിയോ മാത്രമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവര് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വാർ 2 YRO സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അടുത്ത റിലീസ് എത്താൻ പോകുന്ന വാറിന്റെ സീക്വലാണ് വാർ 2. ഇന്നും വാർ 2 സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് പടത്തിന്റെ ട്രെയിലറിന്റെ ഭാഗത്തു നിന്നാണ്. വാർ 2 ഒഫീഷ്യൽ ട്രെയിലർ ജൂലൈ 23-ന് പുറത്തുവിടും. സ്പിരിറ്റ് സന്ദീപ് റെഡ്ഡി വാങ്ക ഡയറക്ട് ചെയ്യുന്ന പാൻ ഇന്ത്യൻ പ്രഭാസ് മൂവിയാണ് സ്പിരിറ്റ്. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ അനിമലിനെക്കാളും വയലൻസ് ഉള്ള ഒരു പടമായിരിക്കും സ്പിരിറ്റ്. ഇപ്പോ സ്പിരിറ്റ് സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് പടത്തിന്റെ കാസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ്. വലിയൊരു കാസ്റ്റ് ആണ് സ്പിരിറ്റിന്റേത്. ലീഡിൽ വരുന്നത് പ്രഭാസ്, ഹീറോയിൻ തൃപ്തി ഡിംറി, പിന്നെ സഞ്ജയ് ദത്ത്, സെയ്ഫ് അലി ഖാൻ, ഉപേന്ദ്ര, ലക്ഷ്യ, കില്ലിലെ ഹീറോ, കിൽ എഫക്ട്, പിന്നെ ഉണ്ണി മുകുന്ദൻ. അത് മാർക്കോ എഫക്ട്, ബട്ട് അത് മാത്രം ഉറപ്പിക്കാറായിട്ടില്ല. പിന്നെ വിജയ് സേതുപതി, കരീന കപൂർ. ഇനി മെയിൻ വില്ലൻ മാഡോങ് സേയോക്, നമ്മുടെ ഡോൺലി മാമൻ. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആണ്. എന്താ പറയുക, ഓറയുള്ള ഒരു കാസ്റ്റ് എന്നൊക്കെ പറയത്തില്ല, അമ്മാതിരി സാധനം. അങ്ങനെ സ്പിരിറ്റിന്റെ ഷൂട്ട് ഈ വർഷം തന്നെ ആരംഭിക്കും. കൂലി ലോകേഷിന്റെ ഒരു വെറൈറ്റി പടം എന്ന ലേബലിൽ വരുന്ന പടമാണ് കൂലി. റിലീസ് അടുത്തോണ്ട് ഇനി അങ്ങോട്ട് അപ്ഡേറ്റുകളായിരിക്കും. അതിന്റെ അപ്ഡേറ്റ്, ഇതിന്റെ അപ്ഡേറ്റ് എന്നും പറഞ്ഞ് അപ്ഡേറ്റുകൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതിലൊരു 4 അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം കൂലി സിനിമയുടെ കേരള റൈറ്റ്സ്. കൂലി സിനിമയുടെ കേരള റൈറ്റ്സ് ഇപ്പോ വിറ്റ് പോയിട്ടുണ്ട്. ഹസൻ മീനു അസോസിയേറ്റ്സ് ആണ് കൂലിയുടെ കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ സ്വന്തമാക്കിയിട്ടുള്ളത്. റൈറ്റ്സ് വിറ്റുപോയത് 14 കോടിക്കാണ്. 14 കോടിക്ക് റൈറ്റ്സ് വിറ്റുപോയത് കൊണ്ട് കൂലി സിനിമയുടെ കേരളത്തിലെ ബ്രേക്ക് ഈവൻ 35 കോടിക്ക് മുകളിലാണ്. ഇപ്പോ ഏറ്റവും വലിയ തുകയ്ക്ക് കേരള റൈറ്റ്സ് വിറ്റുപോയ അന്യഭാഷാ സിനിമകളുടെ ലിസ്റ്റിൽ കൂലി 3-ാം സ്ഥാനത്താണ്. 1ഉം 2ഉം ഗോട്ടും ലിയോയും ആണ്. അടുത്ത അപ്ഡേറ്റ് കൂലി തേർഡ് സിംഗിൾ. കൂലി സിനിമയുടെ തേർഡ് സിംഗിൾ ജൂലൈ 22-ന് പുറത്തുവിടും. അടുത്ത അപ്ഡേറ്റ് കൂലി ഓഡിയോ ലോഞ്ച്. കൂലി സിനിമയുടെ ഓഡിയോ ലോഞ്ച് ജൂലൈ 26 അല്ലെങ്കിൽ ജൂലൈ 27-ന് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് കൂലി സിനിമയുടെ സിനോപ്സിന്റെ ഭാഗത്തു നിന്നാണ്. കൂലിയുടെ ഒരു 1 ലൈൻ സിനോപ്സിസ് ഇപ്പോ ഒഫീഷ്യലായി പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ ഈ സിനോപ്സിസ് സിമ്പിൾ ആയി പറഞ്ഞുതരാം.
ഒരു വയസ്സായ സ്വർണ്ണക്കടത്തുകാരൻ. ഈ പുള്ളി പഴയ മാഫിയ സംഘത്തെ വീണ്ടും ആക്റ്റീവ് മോഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്മഗിൾ ചെയ്യേണ്ട സാധനം ഗോൾഡോ അതോ മറ്റെന്തായാലും ആ സാധനം വിന്റേജ് വാച്ചുകൾ ഒളിപ്പിക്കുന്ന ഒരു ഹിഡൻ ടെക്നോളജി പരീക്ഷിക്കുന്നു. എന്നാൽ മാഫിയ അവരുടെ എംപയർ തിരിച്ചു പിടിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഈ പ്ലാൻ വലിയൊരു അപകടത്തിലേക്കും വലിയ വൻ സംഭവങ്ങളിലേക്കും വഴിമാറുകയും ചെയ്യുന്നു. അങ്ങനെ ക്രൈമുകളൊക്കെ നിറഞ്ഞ പുതിയ യൂണിവേഴ്സിലേക്ക് കഥ വഴിമാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഇത് കറങ്ങി തിരിഞ്ഞ് എൽസിയു അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോകും. ഇവിടെ എൽസിയു ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട്. എന്തായാലും ഡീകോഡ് ചെയ്യണം. കൂലിയുടെ ട്രെയിലർ വരുന്നതിന് മുമ്പ് ഈ സിനോപ്സിസും എൽസിയും വെച്ച് നമുക്ക് കൂലി ഡീകോഡ് ചെയ്യാം. പിന്നെ ഈ സിനോപ്സിസിൽ വിന്റേജ് വാച്ചിനുള്ളിലെ ഹിഡൻ ടെക് എന്ന് വന്നതുകൊണ്ട് പലരും പറയുന്നത് ഇനി പടം സൈഫൈ ആണോ എന്നാണ്. ഇത് എക്സിലൊക്കെ ഭയങ്കര വൈറലാണ്. അപ്പോ അതിനെപ്പറ്റിയും കറക്റ്റ് ആയിട്ട് ഡീകോഡിങ്ങിൽ പറയാം. പരാശക്തി സുധാകോങ്കർ ഡയറക്ട് ചെയ്യുന്ന ശിവകാർത്തികേയൻ രവി മോഹൻ സിനിമയാണ് പരാശക്തി. അതായത് നമ്മുടെ സൂര്യൻ ദുൽഖറും ചേരുന്ന 1965 പുര 400. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പരാശക്തി റിലീസ്. പരാശക്തി 2026 പൊങ്കലിന് ദളപതിയുടെ ജനനായകനൊപ്പം ക്ലാഷ് റിലീസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. ജനനായകൻ ദളപതിയുടെ ജനനായകൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ പുറത്തു വിടാൻ പോകുകയാണ്. അനിരുദ്ധ് മ്യൂസിക്കിൽ ദളപതി വോയിസിൽ ജനനായകൻ ഫസ്റ്റ് സിംഗിൾ ഓഗസ്റ്റിൽ പുറത്തുവിടുമെന്ന് ഇപ്പോ പടത്തിന്റെ പ്രൊഡ്യൂസർ തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് ഒന്നും അങ്ങോട്ട് കേറുന്നില്ല. നമുക്ക് പഴയതിനൊപ്പം എത്തിക്കണം. എന്ത് അങ്ങോട്ട് ചെയ്യേ. പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യണം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഹൈപ്പിൽ ടോപ്പ് 20 വരെ കയറിയിരുന്നു. ഏതാണ്ട് 1 മില്യൺ അടുത്ത് പോയിന്റ് ഒക്കെ ആയി. അപ്പോ ഒരുപാട് നന്ദി. ഇനി അങ്ങോട്ട് ഹൈപ്പ് ചെയ്യുക. ഓക്കെ ബൈ.